അപ്പോൾ ഇവിടെ വ്യാഴാഴ്ച രാവിലെ നേരം കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്തു. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഓയിൽ ചേർക്കുക. ഇതിലേക്ക് ക്യാപ്സിക്കവും പിന്നെ മഷ്റൂമും ചേർക്കുക. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്ന സാൻഡ്വിച്ച് ക്യാപ്സിക്കവും പിന്നെ മഷ്റൂമും പിന്നെ സ്പിനാച്ചും ഇത് ചേർത്തിട്ടുള്ളതാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മഷ്റൂമൊക്കെ ആയിരുന്നാലും ഒരുപാട് നേരം ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് ഇത് വേവാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ മഷ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ടൊരു വെള്ളമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം മഷ്റൂമൊക്കെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത്യാവശ്യം ഇത് വേവാനുള്ള വെള്ളം വരും. ഇടയ്ക്ക് ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മളിങ്ങനെ മൂടി വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇതിനകത്ത് മഷ്റൂമും ക്യാപ്സിക്കും ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മൾ പിസ്സയിലേക്ക് ചേർക്കണ ഹെർബ്സ് ഉണ്ടല്ലോ, ഇറ്റാലിയൻ ഹെർബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ലേ, അതാണ് ഞാനിതിലേക്ക് ചേർക്കണത്. അത് നമ്മുടെ ഗരം മസാല ചേർക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനത്തെ ടേസ്റ്റ് ആയിരിക്കും നല്ലത്. അത് നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ സ്പിനാച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സ്പിനാച്ച് ഇതേപോലെ ഇങ്ങനെ ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതി. കാരണം സ്പിനാച്ച് ഒന്ന് ചൂടായാൽ മതിയല്ലോ, കുറേ നേരം ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിലേക്ക് ഞാനിവിടെ കുറച്ചും കൂടിയും ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ചീസും കൂടിയും ചേർക്കുന്നുണ്ട്. ആ ചീസും കൂടി അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമ്മളിങ്ങനെ സാൻഡ്വിച്ചൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ ഉള്ളിൽ വയ്ക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചപ്പാത്തി തലേ ദിവസം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി ഞാൻ ഒന്നും കൂടി ഒന്ന് ചൂടാക്കാം കേട്ടോ. അപ്പോൾ ചപ്പാത്തി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനിവിടെ ഫില്ലിങ് വയ്ക്കുകയാണ്. അപ്പോൾ ഫില്ലിങ് വെക്കാൻ പോണതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിനകത്ത് മയോനൈസ് അല്ലെങ്കിൽ ബട്ടർ എന്തെങ്കിലും തേക്കണമെന്നുണ്ടെങ്കിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും തേക്കണില്ല. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചേക്കണ ഫില്ലിങ് വെച്ചിട്ടുള്ള ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ബ്രൂ കോഫിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബ്രൂ കോഫി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ പൊടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആ പൊടിയിൽ കിടന്നിട്ട് ഒന്ന് ഈ പാല് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോഴായിരിക്കും കോഫിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ പാല് തിളപ്പിച്ചിട്ട് സെപ്പറേറ്റ് ഗ്ലാസ്സിലേക്ക് നമ്മൾ പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കാണ്ട് ടേസ്റ്റ് കിട്ടില്ല. പൊടി ഇട്ട് കഴിഞ്ഞിട്ട് പാലൊന്നും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പോൾ കോഫിയും റെഡി ആയിട്ടുണ്ട്. അങ്ങോട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചിട്ടെടുക്കുക. അവിടെ താഴെ വീണ് കിടക്കുന്നത് ഐസ് കിടക്കുന്നത് കേട്ടോ. ഞാൻ ആ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വെള്ളം ഐസായതാണ്. ഇന്നിപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച രാവിലെ കേട്ടോ.
അപ്പോൾ ഇന്നും ഞാനിവിടെ കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഉണ്ടാക്കണം സാൻഡ്വിച്ചായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സ്പിനാച്ചും ചേർത്തു. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ബേക്കണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചേർക്കാം ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. കുറച്ച് ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കാം. കുറച്ച് ചീസും ചേർക്കാം. ഞാനിവിടെ കുറച്ച് ആ പിസയിൽ ഇടുന്ന ഹെർബ്സും ചേർക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ടേസ്റ്റ് ഇവിടെ എൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. സ്പിനാച്ചൊക്കെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഇനി ഞാനിതിവിടെ ബ്രെഡിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ് വെച്ചു. സ്പിനാച്ച് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിനകത്ത് ബേക്കണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് കൂടിയിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച വൈകിട്ട് ഒരു 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ലോസ് എന്ന് പറഞ്ഞ ഒരു കടയിലേക്കാട്ടോ പോണത്. കാരണം എനിക്ക് അവിടെ നിന്ന് എൻ്റെ ഈ ഗ്യാസ് അടുപ്പ് ശരിക്കാണ്ട് കത്തണില്ല, കുക്കിംഗ് റേഞ്ച്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ പോണത്. അപ്പോൾ ആ കടയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീട്ടിലേക്ക് പണിയാനുള്ള എല്ലാ സാധനങ്ങളും ആ കടയിലുണ്ടാവും. ഭയങ്കര വലിയ കടയാണ്. പക്ഷേ ഫുള്ള് കാണണമെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ അവിടെ പിന്നെ കിച്ചണൊക്കെ നല്ല നല്ല മോഡലുകളിലൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കിച്ചൺ ക്യാബിനറ്റൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീടൊക്കെ പണിയണവർക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ ഇനി അങ്ങോട്ടേക്കാണ് കേട്ടോ പോണത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തണുപ്പൊക്കെ ആകുമ്പോൾ സാധാരണ എല്ലാ മരങ്ങളുടെ ഇലകളും പോവില്ല. പക്ഷേ ഇവിടെ ഈ 2 സൈഡിൽ നിൽക്കണ ഈ മരത്തിൻ്റെ ഇലകൾ പോവില്ല കേട്ടോ. ഇത് എത്ര തണുപ്പിലും പോവില്ല. ഇതിൻ്റെ ഇല എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഇലയുണ്ടല്ലോ, കുറച്ച് നല്ല കട്ടിയിലിരിക്കുന്നത്, അതേപോലത്തെ ഇലകളാണത്. അതിങ്ങനെ തണുപ്പ് വന്നാലും ഇങ്ങനെ നിൽക്കും.
ഇപ്പോൾ നമ്മൾ ആ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ വെച്ചേക്കണ ഈ മെഷീനുകൾ കണ്ട, ഇത് സ്നോ മാറ്റുന്ന മെഷീൻ കേട്ടത്. നമുക്ക് കടയുടെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ അങ്ങനെ കുറേ ലൈറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ ഇതൊക്കെ കാണുന്നത് ഇതൊക്കെ ഇപ്പോൾ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പുറത്ത് വയ്ക്കുന്ന ഗ്രില്ലുകളാണ് കേട്ടോ ഇതൊക്കെ. നമ്മൾ ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രില്ലിൽ വെക്കില്ലേ, അങ്ങനത്തെ ഗ്രില്ലുകളാണ് ഈ ഇരിക്കണതൊക്കെ. അങ്ങനെ പല മോഡലിലുള്ള ഗ്രില്ലുകളൊക്കെ ഉണ്ട്. ഇത് ചാർക്കോൾ ഇട്ടിട്ട് കത്തിക്കുന്ന ഗ്രില്ലാട്ടത്. നമ്മൾ നേരത്തെ കണ്ടതൊക്കെ മറ്റേ ഗ്യാസിൻ്റെ ആയിരുന്നു. ഇത് ചാർക്കോൾ ഇട്ടിട്ട് കത്തിക്കുന്നത്. ഇതൊക്കെ ഒരു ഫുള്ള് സെറ്റായിട്ട് അവർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഈ സോഫകൾ ഇതൊക്കെ സമ്മറൊക്കെ ആകുമ്പോൾ പുറത്ത് ഇടുന്നതാണ് കേട്ടോ, വീടിൻ്റെ അകത്ത് ഇടുന്നതല്ല കേട്ടോ. ഇതെല്ലാനും ഇപ്പോൾ ഇനി സമ്മറായി തുടങ്ങി, അല്ല സമ്മർ ആവുമ്പോൾ എനിക്ക് റെഡി ആക്കിയിട്ട് വെച്ചേക്കുന്നത് കേട്ടോ അതൊക്കെ. ഇനിയിപ്പോൾ 2 മാസം കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും സമ്മറാവുമല്ലോ. ഈ സ്റ്റിക്ക് പോലെ കാണണത് എന്താ ചൂട് വരണ ലൈറ്റാട്ടത്. അതിൻ്റെ അടിയിൽ ഗ്യാസ് വെച്ചിട്ട് കത്തിക്കും. ഇതൊക്കെ ലൈറ്റുകൾ ഇങ്ങനെ കുറേ വെറൈറ്റി ലൈറ്റുകൾ. പിന്നെ ഫാനൊക്കെ ആയിരുന്നാലും കുറേ വെറൈറ്റി ഫാനുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ കടയിൽ തന്നെ നമുക്ക് വീട് പണിയാനുള്ള മരങ്ങൾ, എല്ലാ സാധനങ്ങളും ഈ കടയിൽ തന്നെ ഉണ്ടാവും. എന്ത് സാധനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സിമൻറ്റ് തുടങ്ങിയിട്ട് ഒരു ചെറിയ സ്ക്രൂ വരെയുള്ള സാധനങ്ങൾ എല്ലാം നമുക്ക് ഈ കടയിൽ നിന്ന് കിട്ടും. ഇതൊക്കെ ഫാനുകളാട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ ലൈറ്റിൻ്റെ ആ സെക്ഷനിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോൾ ഇവിടെ ബാത്റൂമിൻ്റെ ചെറിയൊരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇത് ഗ്ലാസ് ഇട്ടിട്ടുള്ള ബാത്റൂം കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങളുടെ നാട്ടിലെ വീട്ടിലും പുതിയത് പണിയുന്ന വീട്ടിലും ചെയ്തിട്ടുണ്ട് ഗ്ലാസ് ഇട്ടിട്ടുള്ളത്. ഇതൊരു കിച്ചൻ്റെ ഒരു മോഡലാട്ടോ. ഇതിൻ്റെ ഈ സെൻറ്ററിൽ കാണുന്നത് ഐലൻഡ് കിച്ചൺ പോലെയാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ മുകളിൽ അവർ ആ ഹുഡാണ് വെച്ചേക്കുന്നത്. എക്സോസ്റ്ററിൻ്റെ ഹാങ് ചെയ്യുന്ന ഹുഡുണ്ടല്ലോ, അങ്ങനത്തെ ഹുഡാണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഒരു മോഡൽ എടുത്തിട്ടാണ് ഞാൻ നാട്ടിൽ പണിയുന്ന വീടിന് ഐലൻഡ് കിച്ചൺ പണിയാൻ വേണ്ടിയിട്ട് കൊടുത്തത്. അതെനിക്ക് നല്ല ഇഷ്ടമായിരുന്നു അത്. ഇവിടുത്തേക്ക് ക്യാബിനറ്റിൻ്റെ വലിപ്പം കണ്ട നല്ല നീളമല്ലേ ക്യാബിനറ്റിനൊക്കെ. ഇത് മറ്റേ ഫ്രിഡ്ജ് വെച്ചിട്ട് ഒട്ടും സ്പേസ് ഇടാണ്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഷെൽഫുകൾ പണിതേക്കുന്നത്. അത് നല്ല നീളത്തിലുള്ള ഷെൽഫുകൾ, അതും എനിക്ക് നല്ല ഇഷ്ടമായത്.
സാധാരണ നമ്മുടെ നാട്ടിലേക്കും ഇപ്പോൾ എല്ലാവരും കിച്ചൺ പണിയുമ്പോൾ ചെറിയ ചെറിയ അങ്ങനെ കബേഡുകളായിട്ടാണല്ലോ പണിയുക. ഇതിപ്പോൾ നമ്മൾ ആ വലിയൊരു കബേഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ കബേഡ് ഞാൻ തുറന്നത് കേട്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ റാക്കായിട്ട് വെച്ചേക്കുന്നത് ഇങ്ങനെ വുഡിൻ്റെ ഇതായിട്ടാണ് വെച്ചേക്കുന്നത്. എനിക്കിങ്ങനെ വുഡിൻ്റെ വയ്ക്കുന്നത് കേട്ടോ കൂടുതലും ഇഷ്ടം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ സ്റ്റീലിൻ്റെ ഇങ്ങനെ റാക്കുകൾ വരുന്നുണ്ട്. മിക്കവാറും ഇപ്പോൾ അങ്ങനത്തെ സ്റ്റീലിൻ്റെയാണ് വയ്ക്കുന്നത്. ഇവിടെ നാട്ടിലൊക്കെ ആയിരുന്നാലും സ്റ്റീലിൻ്റെ അങ്ങനെ വെക്കുന്നതിന് ഭയങ്കര പൈസയാന്ന് തോന്നുന്നു. ഇത് വേറൊരു മോഡലാട്ടോ. ഇത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള മോഡൽ. എനിക്ക് ഇങ്ങനത്തെ മോഡൽ അത്രയ്ക്ക് ഇഷ്ടമല്ല. എനിക്ക് വുഡിൻ്റെയാണ് കൂടുതൽ ഇഷ്ടം. ഇവിടുത്തെ ഈ ഷെൽഫിൻ്റെയൊക്കെ നീളം കണ്ട നല്ല നീളമുണ്ട്. അങ്ങനെ നീളത്തിലുള്ള ഷെൽഫുകൾ മുകളിലേക്കുള്ളതൊക്കെ ആയിരുന്നാലും കൗണ്ടർ ടോപ്പിനായിരുന്നാലും കണ്ട അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അങ്ങനെ വെക്കുമ്പോഴാണ് ആ കിച്ചണിന് ഒരു ഭംഗി വരിക. നമ്മുടെ നാട്ടിലേക്ക് എപ്പോഴും വയ്ക്കുമ്പോൾ കൗണ്ടർ ടോപ്പ് ഒരുപാട് താഴ്ത്തി വയ്ക്കും. പിന്നെ മുകളിൽ വയ്ക്കുന്ന കബേഡുകളൊക്കെയും ഇങ്ങനെ എന്താ പറയുക, ഒരു ചെറിയ സ്ക്വയറായിട്ട് ഇങ്ങനെ ഒരു പെട്ടി പോലെ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ നീളത്തിലുള്ള ക്യാബിനറ്റ് വരുമ്പോൾ അത് ആ കിച്ചൺ കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ഭംഗിയുണ്ടാവും. അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പും ഞാൻ ഇതിൽ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൊക്കിളിൻ്റെ അത്രയ്ക്ക് ഹൈറ്റിൽ വേണം കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പണികളൊക്കെ നിന്നിട്ട് സുഖമായിട്ട് ചെയ്യുകയും ചെയ്യാം. കിച്ചൺ കാണാനായിരുന്നാലും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇത് ഡബിൾ സിങ്ക് ആയിട്ടുള്ള സിങ്ക്. ഞാൻ എപ്പോഴും സിങ്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സിംഗിളായിട്ടുള്ളതാണ് കൂടുതൽ ഇഷ്ടം. ഇത് വേറെ ടൈപ്പ് എക്സോസ്റ്റർ. ഇത് വേറെ കളറ്. എനിക്ക് ഇങ്ങനത്തെ കളറ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. എനിക്ക് ഷെൽഫുകൾക്ക് കുറച്ച് ഡാർക്ക് കളറാണ് എനിക്കിഷ്ടം. അവിടെ ആ സൈഡിൽ സ്റ്റീലായിട്ട് കാണുന്നത് ഡിഷ് വാഷറായിട്ട് അവിടെ കാണുന്നത്. എനിക്ക് ഇങ്ങനത്തെ കളറാണ് ഇഷ്ടം കൂടുതൽ. ഇതായിരുന്നാലും അവിടെ ആ സൈഡിൽ ഒരെണ്ണം കണ്ട, അത് വലിയ ഷെൽഫായിട്ടാണ് അവർ വെച്ചേക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്കാകുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ ഇങ്ങനെ വെക്കാം. മുകളിലേക്കായിരുന്നാലും ഒട്ടും സ്പേസ് അങ്ങനെ പോവില്ല. ഈ ഷെൽഫിൻ്റെ ഉള്ളിലായിരുന്നാലും കണ്ട വുഡിൻ്റെ റാക്കുകളാണ് വെച്ചേക്കുന്നത്. പിന്നെ ഈ ഷെൽഫിൻ്റെ ആ ജോയിൻറ്റ് വന്നേക്കണുണ്ട്. പണ്ടത്തെ നമ്മുടെ നാട്ടിലേക്കും വിയാഗിരി വെക്കുന്നത് വേറെ ടൈപ്പായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ നമ്മുടെ നാട്ടിലിപ്പോൾ മഴയൊക്കെ വരുമ്പോൾ കാലാവസ്ഥ മാറുന്നതനുസരിച്ചിട്ട് ഷെൽഫുകൾ ശരിക്കും അടയില്ലായിരുന്നു. ഇപ്പോൾ ഇതേപോലത്തെ വിയാഗിരിയാണ് വരുന്നത്. ഇപ്പോൾ നാട്ടിലായിരുന്നാലും ഇങ്ങനത്തെ വിയാഗിരി തന്നെ വെക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പണിയുന്ന വീടുകൾക്ക് അങ്ങനത്തെ വിയാഗിരിയാണ് വെച്ചേക്കുന്നത്. ഈ ടൈല് ബാക്കിലോട്ട് ചെയ്യണ ആ ടൈലിൻ്റെ കളർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഇത് പൈപ്പുകളൊക്കെ കേട്ടോ. പിന്നെ അവിടെ കാണുന്നത് സിങ്ക് കേട്ടോ. ഇങ്ങനത്തെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ. എനിക്ക് ഒറ്റ സിങ്കായിട്ട് നല്ല ഡീപ്പായിട്ടുള്ള സിങ്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ വീട്ടിൽ അങ്ങനത്തെയാണ് വെച്ചേക്കുന്നത്. ഇതേപോലത്തെ ഇങ്ങനത്തെയാണ് വെച്ചേക്കുന്നത്. നമ്മുടെ നാട്ടിലായിരുന്നാലും ഇപ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടാനുണ്ടല്ലോ. ഇത് ടബിൻ്റെ പിന്നെ വേറെ സെക്ഷനൊക്കെ ഉണ്ട്. ഇത് ഒരു സൈഡിൽ ചെറുതായിട്ട് തന്നെ വെച്ചേക്കുന്നത്, 2 ഡിസ്പ്ലേ വെച്ചേക്കുന്നത്. ഇത് ഫ്രിഡ്ജുകൾ ആയിരുന്നാലും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരുപാട് അങ്ങോട്ട് വെറൈറ്റി അങ്ങോട്ട് വന്നിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയി കഴിഞ്ഞപ്പോൾ നോക്കിയിരുന്നു. പക്ഷേ കുറേ വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടത്തേനേക്കാളും കുറച്ചും കൂടി വെറൈറ്റി കൂടുതൽ ഇവിടെ ഉണ്ട്.
ഇതാണ് കുക്കിംഗ് റേഞ്ച്. ഇത് നോക്കാനായിട്ടാണ് ഞാൻ വന്നത്. ഇത് ഇലക്ട്രിക്കിൻ്റെ. ഇത് വാഷിംഗ് മെഷീൻ. ഇതൊരു ഫ്രിഡ്ജിൻ്റെ ഉള്ളാട്ടോ. അത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമ്മുടെ കിച്ചണിലെ ഒരുവിധം സാധനങ്ങളൊക്കെ ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്കാണ് പൊക്കോളും. ഞാനിവിടെ അതേപോലത്തെ അടുപ്പ് ഉള്ളിൽ സ്റ്റീലായിട്ടുള്ളതാണ് നോക്കുന്നത്. പക്ഷേ സ്റ്റീലായിട്ടുള്ള കളക്ഷൻ ഭയങ്കര കുറവാണ്. ഇപ്പം എല്ലാ അടുപ്പും വരുന്നത് 5 അടുപ്പായിട്ടുള്ളതാണ് വരുന്നത്. എൻ്റെ കയ്യിൽ പഴയതിരിക്കുന്നത് 4 അടുപ്പിൻ്റെ. ഇതൊക്കെ മൈക്രോവൻ ആട്ടോ. ഇത് വേറൊരു ഫ്രിഡ്ജ്. ഇത് 3 ഡോറായിട്ടുള്ള ഫ്രിഡ്ജ് കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇത് കുക്കിംഗ് റേഞ്ചില്ലാണ്ട് അടുപ്പ് മാത്രമായിട്ടുള്ളത്. ഈ അടുപ്പാട്ടാണ് ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റീലാണ്. ഞാനിങ്ങനത്തെ സ്റ്റീലിൻ്റെയാണ് നോക്കി നടന്നിരുന്നത്. പക്ഷേ അത് കിട്ടൽ ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഇതുമേ ആകുമ്പോൾ ഞാൻ ഫ്രണ്ടിലെ അടുപ്പിലേക്ക് ആകുമ്പോൾ നമ്മുടെ മൺകലം വയ്ക്കാനും പറ്റും. അങ്ങനത്തെ നമ്മൾ നോക്കിയിട്ട് വാങ്ങണം. അതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് വാക്യൂം ക്ലീനറിൻ്റെ ഒരു സെക്ഷൻ. ഇതിങ്ങനെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുറേ ഇങ്ങനെ ഉണ്ട്. ഓരോന്നിൻ്റെ സെക്ഷൻ ആയിരുന്നാലും കുറേ ഉണ്ട്. ഇതും ഡബിൾ ഡോറായിട്ടുള്ള ഫ്രിഡ്ജ്. ഇത് ഈ ഫ്രിഡ്ജിൽ നമുക്ക് ഇതൊക്കെ കിട്ടും, വൈഫൈ ഒക്കെ കിട്ടും. അങ്ങനത്തെ ഫ്രിഡ്ജാണത്. ഇത് വെതറൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടേ, ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ഇതും ഏത് നേരം ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. ഇത് വേറൊരു ഫ്രിഡ്ജാട്ടോ. അപ്പോൾ നമ്മളൊന്ന് 2 പ്രാവശ്യം തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഇരിക്കുക എന്നുള്ളത് നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതങ്ങനെ നോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പിന്നെ പുതിയത് തന്നെ എല്ലാ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലും ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു ഷെൽഫിൻ്റെ ഉപകാരവും നടക്കും. ഒരുവിധം എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വെക്കാനും പറ്റുമല്ലോ. ഇപ്പോൾ പിന്നെ പണ്ടത്തെ പോലെയല്ല, കിച്ചണിലായിരുന്നാലും ഒരു സാധനം ആരും പുറത്ത് വയ്ക്കില്ലല്ലോ, എല്ലാവരും ഷെൽഫിലായിരിക്കും വയ്ക്കുക. അപ്പോൾ കിച്ചണായിരുന്നാലും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ ആ കിച്ചണിൽ നിറച്ച സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി ഇടുമ്പോൾ തന്നെ കിച്ചൺ കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് തോന്നില്ല.
അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ടൈമായി. ഇനിയിപ്പോൾ വേറെ ദിവസം വരുമ്പോൾ ഈ കടയുടെ ഇനി വേറെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അത് പിന്നെ കാണാട്ടോ നമുക്ക്. ഇത് ഓർക്കിഡാട്ടോ.